ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റും നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഫിസിക്സോ കെമിസ്ട്രിയോ ഏത് തന്നെ ആയിരുന്നാലും ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും മണിക്കൂറുകളോളം ഇരുന്ന് പഠിച്ച ശേഷം പുസ്തകം അടച്ചു വയ്ക്കുമ്പോൾ ഞാനിപ്പോൾ എന്താ പഠിച്ചത് എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചതാണ്, പക്ഷേ രാവിലെ ആയപ്പോഴേക്കും എല്ലാം മറന്നുപോയി. അങ്ങനെ ഒരു അവസ്ഥ ഈ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നീറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണത്. നമ്മൾ മണിക്കൂറുകളോളം ഇരുന്ന് വായിക്കുന്നു, പഠിക്കുന്നു, ഹൈലൈറ്റ് ചെയ്യുന്നു, നോട്ട്സ് എഴുതുന്നു, പക്ഷേ എക്സാം ഹാളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പഠിക്കുന്ന രീതിയുടെ കുഴപ്പമാണത്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം കാണാപ്പാഠം പഠിക്കുകയാണ് ചെയ്യുന്നത്. ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് പോകും. അപ്പോൾ ഇതിന് പകരം ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഫെയ്ൻമാൻ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കുണ്ട്. ഒരു 4 സ്റ്റെപ്പ് വരുന്ന ടെക്നിക്കാണിത്. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റും നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഫിസിക്സോ കെമിസ്ട്രിയോ ഏത് തന്നെ ആയിരുന്നാലും ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ടെക്നിക്കിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിലെ 4 സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് യുവർ കോൺസെപ്റ്റ്. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ടഫായിട്ടുള്ള വിഷയം ഏതാണോ അത് ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിൽ ടോപ്പിലായിട്ട് ആ ഒരു വിഷയം എഴുതി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ മെഡിസിൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഹാർട്ട് അതാണ് ടഫ് എന്നുണ്ടെങ്കിൽ അത് ആ വൈറ്റ് പേപ്പറിൻ്റെ മുകളിലായിട്ട് എഴുതി വയ്ക്കുക. ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ്, ഓർ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി, അങ്ങനെ നിങ്ങൾക്ക് ടഫായിട്ടുള്ളത് ഏതാണോ അത് വൈറ്റ് പേപ്പറിൽ മുകളിലായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടീച്ച് ഇറ്റ് ടു എ ചൈൽഡ്. ഇതാണ് ഈ ടെക്നിക്കിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഏതായാലും അത് 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ അത്രയും ലളിതമായിട്ട് ആ ഒരു വൈറ്റ് പേപ്പറിൽ നോട്ട് ചെയ്ത് വയ്ക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ടെക്സ്റ്റ് ബുക്കിലെ അതേ കടുപ്പമുള്ള വാക്കുകൾ പകർത്തി എഴുതാതിരിക്കുക. ഇപ്പോൾ ഹാർട്ട് ഫെസിലിറ്റേറ്റ്സ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നതിന് പകരം ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു പമ്പ് പോലെയാണ്. അത് രക്തത്തെ ശ്വാസകോശത്തിലേക്ക് എത്തിച്ച് അവിടെ ഓക്സിജൻ നിറയ്ക്കുന്നു, പിന്നീട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയാം. ഇനി ഫിസിക്സ് ആണെങ്കിൽ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് പറയുന്നതിന് പകരം നമുക്ക് കറണ്ട് എന്ന് പറയുന്നത് പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളം പോലെയാണ്. പൈപ്പിൻ്റെ ഹൈറ്റ് കൂടുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുന്നത് പോലെ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടുന്നു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മറ്റൊരാൾക്ക് വളരെ ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളതാണ്. തേർഡ് സ്റ്റെപ്പ് ഈസ് ഐഡൻറ്റിഫൈ ദ ഗ്യാപ്സ്. അതായത് ഇങ്ങനെ വൈറ്റ് പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് ചിലയിടത്ത് നിങ്ങൾ സ്റ്റക്കായി പോകും. ഫോർ എക്സാമ്പിൾ, രക്തം ഇപ്പോൾ എങ്ങനെയാണ് തിരിച്ച് ഹൃദയത്തിലോട്ട് എത്തുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല എങ്കിൽ അവിടെയാണ് നിങ്ങളുടെ നോളജ് ഗ്യാപ്പ്. പലപ്പോഴും നമ്മളിത് ശ്രദ്ധിക്കാതെ അടുത്ത പേജിലോട്ട് പോകും. പക്ഷേ ഫെയ്ൻമാൻ ടെക്നിക്കിൽ നമ്മൾ തിരിച്ച് ആ ഒരു പോർഷനിലോട്ട് തന്നെ പോകണം. എന്നിട്ട് നിങ്ങളത് വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. അതിനുശേഷം തിരിച്ചു വന്ന് ഈ വൈറ്റ് പേപ്പറിൽ ലളിതമായിട്ട് ഇതിനെ എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ഫോർത്ത് സ്റ്റെപ്പ് ഈസ് സിംപ്ലിഫൈ ആൻഡ് യൂസ് അനാലജീസ്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യത്തെ കുറച്ചുകൂടെ ലളിതമാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ കഥകൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങളൊക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഹൃദയത്തെ ഒരു വീടിൻ്റെ പ്ലംബിംഗ് സിസ്റ്റമൊക്കെ ആയിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടറീസ് ശുദ്ധജലം ക്യാരി ചെയ്യുന്ന പൈപ്പായിട്ടും ആൻഡ് വെയിൻസിനെ മലിനജലം ക്യാരി ചെയ്യുന്ന പൈപ്പായിട്ടൊക്കെ ആയിട്ട് ഉദാഹരണങ്ങളാക്കി അല്ലെങ്കിൽ ഒരു കഥകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു എക്സാമ്പിൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം തനിയെ ഓർമ്മ വരും. അപ്പോൾ ഇത്രയുമാണ് ഫെയ്ൻമാൻ ടെക്നിക്കിലെ 4 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു വരുന്ന ആഴ്ച ഈ ഒരു 7 ദിവസം ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ഇറ്റ് യുവർ ഫ്രണ്ട്സ്, ആൻഡ് ഫോർ സച്ച് വീഡിയോസ് ആൻഡ് മോർ സ്റ്റേ കണക്റ്റഡ്.